നമുക്ക് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും നൽകേണ്ടി വരുന്ന പല ക്രെഡിറ്റ് കാർഡുകളും ചില ടൈം പീരീഡിലേക്ക് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ അപ്ലൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ കുറച്ച് ഓപ്ഷൻസ് ഇപ്പോൾ ലഭ്യമാണ്. മാർച്ച് 31 വരെയൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കുറച്ച് പ്രീമിയം വേരിയന്റ് കാർഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും ബാങ്ക് ഓഫ് ബറോഡയുടെ പ്രീമിയം വേരിയന്റ് കാർഡൊക്കെ മാർച്ച് 31 വരെ ലൈഫ് ടൈം ഫ്രീ ആണ്. സോ അത്തരത്തിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കുവാൻ സാധിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് പരിചയപ്പെടാം. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യത്തേത് ബാങ്ക് ഓഫ് ബറോഡയുടെ എഡേന എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഇത് ഒരു പ്രീമിയം വേരിയന്റ് ആണ്. അവരുടെ നോർമലി ഒരു കാർഡിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ആപ്ലിക്കബിൾ ആണ്. 2499 രൂപയാണ് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് മാർച്ച് 31 വരെ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആ ഒരു പീരീഡിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ഫോക്കസ് ചെയ്യുന്നത് ട്രാവലേഴ്സ് അതുപോലെ തന്നെ ഹൈ എൻഡ് സ്പെൻഡിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നേടുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡൈനിങ് കാറ്റഗറിയിൽ ഒരു കാർഡ് ഉപയോഗിച്ച് ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 15 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ട്രാവൽ കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇന്റർനാഷണൽ കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ 100 രൂപക്കും 15 റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഓൺലൈൻ സ്പെൻഡിങ്ങിനും ഈ ഒരു കാർഡ് ഓരോ 100 രൂപക്കും 15 റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ബോണസ് റിവാർഡ് പോയിന്റ് എന്ന രീതിയിലാണ് ഈ ഒരു 15 റിവാർഡ് പോയിന്റ് ഓരോ 100 രൂപക്കും കിട്ടുന്നത്. ഒരു മാസം, അതായത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിന്റെ ക്യാപ്പ് എന്ന് പറയുന്നത് 5000 ആണ്. ഇവരുടെ റിവാർഡ് പോയിന്റ് നമുക്ക് ക്യാഷ് ആയിട്ടൊക്കെ റിഡീം ചെയ്യാൻ, അതായത് ക്യാഷ് ബാക്ക് ആയിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. 25 പൈസയാണ് ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. മറ്റ് നോർമൽ എലിജിബിൾ ആയിട്ടുള്ള സ്പെൻഡിങ്ങിന് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് ഓരോ 100 രൂപക്ക് 3 റിവാർഡ് പോയിന്റ് ആണ്. പിന്നെ ഈ ഒരു കാർഡിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ഫോറക്സ് ചാർജ്. മറ്റു കാർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫോറക്സ് ചാർജ് അല്പം കുറവാണ്. 2% ഈ ഒരു കാർഡിന്റെ ഫോറക്സ് ചാർജ് വരുന്നത്. പിന്നെ നമുക്കൊരു 12 മാസത്തെ ഫിറ്റ് പാസ് മെമ്പർഷിപ്പ് വരുന്നുണ്ട്. 48,000 രൂപ വർത്ത് ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് ആണ്. കാർഡ് ഇഷ്യൂ ആയി 60 ദിവസത്തിനുള്ളിൽ ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്താൽ മതിയാകും. പിന്നെ വരുന്ന ഈ ഒരു കാർഡിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ. ഡിസ്ട്രിക്ട് പ്ലാറ്റ്ഫോമിലാണ് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ വരുന്നത്. നമുക്ക് മാസത്തിൽ ഒരു തവണ ഈ ഒരു ഓഫർ നേടാം. അപ് ടു 250 രൂപ വരെ ആണ് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ എന്ന രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ വരുന്നത് സ്പെൻഡ് ബേസ്ഡ് ബോണസ് റിവാർഡ് പോയിന്റ് ആണ്. കാർഡ് കിട്ടി ആദ്യത്തെ 60 ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ച് നമ്മൾ 50,000 രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 ബോണസ് റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇയർലി 5 ലക്ഷം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20,000 റിവാർഡ് പോയിന്റ് ബോണസ് റിവാർഡ് പോയിന്റ് ആയിട്ട് കിട്ടും. പിന്നെ ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. 400 രൂപക്കും 5,000 രൂപക്കും ഇടയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സർചാർജ് വേവ് ചെയ്ത് കിട്ടും. അങ്ങനെ ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 250 രൂപ വരെ സർചാർജ് വേവർ ആയിട്ട് നേടാം. പിന്നെ ആഡ് ഓൺ കാർഡ് വരുന്നുണ്ട്. നമുക്ക് 3 ആഡ് ഓൺ കാർഡ്സ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാർഡിന്റെ മറ്റൊരു മെയിൻ ഹൈലൈറ്റ് ആണ് നമുക്ക് അൺലിമിറ്റഡ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നു എന്നുള്ളത്. ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ വരുന്നുണ്ട്. പ്രീവിയസ് ക്വാർട്ടറിൽ 40,000 രൂപക്ക് മുകളിൽ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ് ക്വാർട്ടറിൽ നമുക്ക് അൺലിമിറ്റഡ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടും. ഒരു ലിസ്റ്റ് ഉണ്ട്. 85ഓളം ലോഞ്ചുകൾ അവൈലബിൾ ആണ്. നമുക്ക് കേരളത്തിൽ കൊച്ചിയും ട്രിവാൻഡ്രവും അതുപോലെ തന്നെ കണ്ണൂരും കാലിക്കറ്റൊക്കെ അവൈലബിൾ ആണ്. പല എയർപോർട്ടിലും ഡൊമസ്റ്റിക് ടെർമിനലിലും അവൈലബിൾ ആണ്, ഇന്റർനാഷണൽ ടെർമിനലിലും അവൈലബിൾ ആണ്. അങ്ങനെ അൺലിമിറ്റഡ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു കാർഡിൽ കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ റിവാർഡ് പോയിന്റ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് റിഡീം ചെയ്യാം. അങ്ങനെ ക്യാഷ് ബാക്ക് ആയിട്ട് റിഡീം ചെയ്യുമ്പോൾ 25 പൈസയാണ് ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുകൂടാതെ BOB റിവാർഡ് പോർട്ടൽ വഴി നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ബിൽ പേയ്മെന്റുകൾ ചെയ്യാം, അതുപോലെ തന്നെ വൗച്ചേഴ്സ് ആയിട്ട് പർച്ചേസ് ചെയ്യാം, പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഒരു റിവാർഡ് പോയിന്റിന് 25 പൈസയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു വാല്യൂ ബാക്ക് ഉണ്ട്. ട്രാവൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പെൻഡിങ്ങുകൾ ചെയ്യുമ്പോൾ, പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഡൈനിങ് കാറ്റഗറിയിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ 15 റിവാർഡ് പോയിന്റ് കിട്ടും ഓരോ 100 രൂപക്കും. അതായത് 3 രൂപ 75 പൈസക്ക് ഇക്വലന്റ് ആണ്. അങ്ങനെ നമുക്ക് ഒരു ക്യാപ്പ് ഉണ്ട്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ 5000 ആണ്. അതായത് 1250 രൂപ വരെ ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം ഈ കാറ്റഗറിയിൽ നേടാം. നോർമൽ കാറ്റഗറിയിൽ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 3 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത്. ഇക്വലന്റ് 75 പൈസയാണ്. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ്, നമ്മൾ കാർഡ് കിട്ടി 60 ദിവസത്തിനുള്ളിൽ 50,000 രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 ബോണസ് റിവാർഡ് പോയിന്റ് കിട്ടും. ഇക്വലന്റ് 2,500 രൂപ. പിന്നെ 5 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്യുമ്പോൾ 20,000 റിവാർഡ് പോയിന്റ് കിട്ടും. ഇക്വലന്റ് 5,000 രൂപ. അങ്ങനെ മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു വാല്യൂ ബാക്ക് ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഏജ് വരുന്നത് 25 വയസ്സിനും 55 വയസ്സിനും ഇടയിലാണ്. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും സാലറിഡ് ആണെങ്കിലും അപ്ലൈ ചെയ്യാം. ആനുവൽ നെറ്റ് ഇൻകം 12 ലക്ഷം രൂപക്ക് മുകളിൽ ഉണ്ടാവണം. പിന്നെ ഇപ്പോൾ നിലവിൽ മാർച്ച് 31 വരെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ മറ്റൊരു കാർഡ് വേരിയന്റ് ആണ് പ്രീമിയർ. ഇതിന്റെ ചാർജ് നോർമലി 1000 രൂപ
പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത്. മാർച്ച് 31 വരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. ഇതും ട്രാവലേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാർഡാണ്. ഒരു വെൽക്കം ബെനിഫിറ്റ് വരുന്നത് 60 ദിവസത്തിനുള്ളിൽ 5000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 ബോണസ് റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഓരോ 100 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴും ട്രാവൽ കാറ്റഗറിയിൽ നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടും. നോർമലി ഒരു കാർഡിന്റെ റിവാർഡ് പോയിന്റ് വരുന്നത് എലിജിബിൾ കാറ്റഗറിയിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 2 റിവാർഡ് പോയിന്റ് ആണ്, അതായത് ഇക്വലന്റ് 50 പൈസ. പിന്നെ നമ്മൾ ട്രാവൽ കാറ്റഗറി അതുപോലെ തന്നെ ഇന്റർനാഷണൽ കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ 100 രൂപക്ക് നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടും, ഇക്വലന്റ് 2 രൂപ 50 പൈസ. പിന്നെ ഡൈനിങ് കാറ്റഗറിയിലും ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഒരു 10 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് ആണ്. ഇതിനൊരു ക്യാപ്പ് വരുന്നുണ്ട്. ഒരു ബില്യൺ സ്റ്റേക്കിൽ മാക്സിമം നമുക്ക് നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 2000 ആണ്. പിന്നെ ഫ്യൂവൽ സർചാർജ് വേവർ വരുന്നുണ്ട്. 400 രൂപക്കും 5000 രൂപക്കും ഇടയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 250 രൂപ വരെ ഒരു ബില്യൺ സ്റ്റേക്കിൽ സർചാർജ് വേവർ ആയിട്ട് നേടാം. പിന്നെ 3 ആഡ് ഓൺ കാർഡ്സ് വരെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തും എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. പ്രീവിയസ് ക്വാർട്ടറിൽ 20,000 രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാകും. പ്രസന്റ് ക്വാർട്ടറിൽ നമുക്ക് ക്വാർട്ടറിൽ ഒരു തവണ എന്ന രീതിയിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. 89ഓളം ലോഞ്ചുകൾ അവൈലബിൾ ആണ്. നമുക്ക് കേരളത്തിൽ എല്ലാ എയർപോർട്ടിലും അവൈലബിൾ ആണ്. ചിലതിൽ ഇന്റർനാഷണൽ ടെർമിനലിലും ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. ഏജ് വരുന്നത് 25 വയസ്സിനും 55 വയസ്സിനും ഇടയിലാണ്. നെറ്റ് ആനുവൽ ഇൻകം 7,20,000 രൂപക്ക് മുകളിൽ ഉണ്ടാവണം. സോ ഇപ്പോൾ നിലവിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാങ്ക് ഓഫ് ബറോഡയുടെ 2 കാർഡുകൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് മാർച്ച് 31 വരെ. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ആക്സിസ് ബാങ്കിന്റെ 2 വേരിയന്റ് കാർഡും ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈഫ് ടൈം ഫ്രീ എന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ജോയിനിങ് ഫീസ് 0, ആനുവൽ ഫീസ് 0 എന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൈസോൺ കാർഡും അതുപോലെ തന്നെ നിയോ കാർഡുമാണ് ഇപ്പോൾ നിലവിൽ ഫ്രീ ആയിട്ടുള്ളത്. ഈ 2 കാർഡ് വേരിയന്റുകളും ഇടയ്ക്കിടയ്ക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ വന്നതാണ് ഇപ്പോൾ നിലവിൽ. നിയോ കാർഡ് ആണെങ്കിൽ സൊമാറ്റോയിൽ ഡിസ്കൗണ്ട് നേടാം. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് പേടിഎം വഴിയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന് 5% ഓഫ് നേടാം. പിന്നെ ബിഗ് ബാസ്ക്കറ്റ്, ബുക്ക് മൈ ഷോ അതുപോലെ തന്നെ മിന്ത്രയിലൊക്കെ ഓഫർ നേടുവാനായിട്ട് സാധിക്കും. മൈസോൺ കാർഡ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് ആപ്പിൽ ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്. സ്വിഗ്ഗിയിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ ക്വാർട്ടറിൽ 50,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ആയിട്ട് ക്വാർട്ടറിൽ ഒരു തവണ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പിന്നെ എഡ്ജ് റിവാർഡ് പോയിന്റ് നമുക്ക് ഓരോ ട്രാൻസാക്ഷനും നേടാം. സോ നോർമലി ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ഉണ്ടായിട്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാർഡ് വേരിയൻസ് ഇതൊക്കെയാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട്. ഇത് കൂടാതെ ഏതെങ്കിലും കാർഡ്സ് ഇപ്പോൾ നിലവിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി